ഹായ് എവരിവൺ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് SCERT ബയോളജിക്കകത്ത് വരുന്നുള്ള ഒരു പാഠഭാഗമാണ് കേട്ടോ. രൂപത്തിനും ബലത്തിനും എന്ന് പറയുന്ന ചാപ്റ്ററാണ് കേട്ടോ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ SCERT ചാപ്റ്റേഴ്സിൽ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പഴയ ചാപ്റ്റേഴ്സും ഒന്ന് പഠിച്ചു വെക്കാം, അതുപോലെ തന്നെ പുതിയ ചാപ്റ്റേഴ്സും പഠിച്ചു വെക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോസ് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്ത് പറയാത്ത ടോപ്പിക്സ് പുതിയ ചാപ്റ്റേഴ്സിനകത്ത് ഉണ്ടെങ്കിൽ അത് കവർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് 6ാം ക്ലാസ്സിലെ ഒരു പാഠഭാഗമാണ് രൂപത്തിനും ബലത്തിനും എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ആദ്യം പോവുകയാണെങ്കിൽ ഒരുപാട് നമ്മൾ ഇൻസെക്ട്സിന് ഇവിടെ കാണുന്നുണ്ട് അല്ലേ. ഇതിനകത്ത് നമുക്ക് എന്താ കാണുന്നുള്ളത്? ചിത്രം നിരീക്ഷിച്ച് ജീവികളുടെ പുറന്തോടിൻ്റെ പ്രത്യേകതകൾ കണ്ടെത്തൂ. അപ്പോൾ ഓരോ ജീവിയുടെയും പുറന്തോടിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് വ്യത്യാസമാണല്ലേ. ഓരോന്നും കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ നിറത്തിലായാലും രൂപത്തിലായാലും ആകൃതിയിലായാലും എല്ലാത്തിനൊക്കെ എന്തുണ്ട്, വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ആകൃതിക്കും സംരക്ഷണത്തിനും അവർക്ക് ആ ഒരു ജീവിക്ക് കൃത്യമായിട്ടുള്ള ഒരു ആകൃതി കിട്ടാനും അതുപോലെ തന്നെ അവരുടെ സംരക്ഷണത്തിനും അവയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന പുറന്തോടുകൾ വെച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന് ഒച്ച്, വണ്ട്, ഞണ്ട്, ചിപ്പികൾ മുതലായ ജീവികൾക്ക് കട്ടിയുള്ള പുറന്തോടുകളാണ് ഉള്ളത്. ഇതുകൂടാണ്ട് നമ്മുടെ പഴുതാര, തേരട്ട തുടങ്ങിയവയുടെ പുറന്തോടുകൾ കട്ടി കുറഞ്ഞവയാണ്. അപ്പോൾ കട്ടി കൂടിയിട്ടുള്ള പുറന്തോടും ഉണ്ട്, അതുപോലെ തന്നെ കട്ടി കുറഞ്ഞിട്ടുള്ള പുറന്തോടുകളും ഉണ്ട്. അത് ശരിക്കും എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ ആകൃതി നൽകാനും അതുപോലെ തന്നെ അവരുടെ സംരക്ഷണം എന്ന് പറയുമ്പോൾ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന പുറന്തോട് അവരെ സഹായിക്കുന്നുള്ളത്. പിന്നെ ഇങ്ങനെയുള്ള ഈ പുറന്തോടുകളെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, അതിൻ്റെ പേരാണ് ബാഹ്യാസ്ഥികൂടം എന്ന് പറയും. എന്താണ് ബാഹ്യാസ്ഥികൂടം എന്ന് പറയുന്നുള്ള എന്നാണ് ഈ പറഞ്ഞിരിക്കുന്ന ഈ ശരീരത്തിൻ്റെ പുറത്തുള്ള ആവരണങ്ങളെ നമ്മൾ വിളിക്കുന്നത്. ഇനി നമ്മുടെ മത്സ്യങ്ങളുടെ ആയാലും അതുപോലെ തന്നെ ഉരകങ്ങളുടെ ആയാലും ചെതുമ്പലുകൾ, പക്ഷികളുടെ തൂവലുകൾ, ജന്തുക്കളിലെ രോമങ്ങൾ, കൊമ്പുകൾ, കുളമ്പുകൾ, നഖങ്ങൾ തുടങ്ങിയവയെല്ലാം എന്താണ് ബാഹ്യാസ്ഥികൂടത്തിൻ്റെ അവശേഷിപ്പുകളാണ്. ഇപ്പോൾ പറഞ്ഞത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. എന്തൊക്കെയായിരുന്നു? മത്സ്യങ്ങളുടെയും ഉരകങ്ങളുടെയും ചെതുമ്പലുകൾ, പക്ഷികളുടെ തൂവലുകൾ, ജന്തുക്കളിലെ രോമങ്ങൾ, കൊമ്പുകൾ, കുളമ്പുകൾ, നഖങ്ങൾ തുടങ്ങിയവയെല്ലാം ബാഹ്യാസ്ഥികൂടത്തിൻ്റെ അവശേഷിപ്പുകളാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ബാക്കി കാര്യം നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ കിട്ടുന്നുണ്ടല്ലോ. ഇനി അവയുടെ വർണ്ണവൈവിധ്യം, ഇതിപ്പോൾ നമ്മുടെ നക്ഷത്ര ആമയാണ്, അതുപോലെ തന്നെ സ്വർണ്ണവണ്ട്, അതുപോലുള്ള ചിത്രങ്ങൾ അതുപോലെ തന്നെ മൃഗങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിനകത്ത് തന്നെ മനോഹരമായ പാറ്റേണുകളുണ്ട്, അതുപോലെ തന്നെ നിറങ്ങളൊക്കെ അവയ്ക്കകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്, കൂടുതൽ അട്രാക്റ്റീവ് ആവുകയാണ് ചെയ്യുന്നുള്ളത്. അങ്ങനെ അവർ അട്രാക്റ്റീവ് ആവുന്നതോടുകൂടി തന്നെ അവർക്ക് അവരുടെ നിലനിൽപ്പിന് ഭീഷണിയാവുന്ന കൂടിയുണ്ട്. ഇപ്പോൾ നമ്മൾ നക്ഷത്ര ആമയൊക്കെ പറയുകയാണെങ്കിൽ അവരൊക്കെ ഏതാണ്, വൾണറബിൾ കാറ്റഗറിയിൽ വരുന്നതാണ്. അതായത് അവരെ നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലേ, കള്ളക്കടത്ത് പോലെ ഈ നക്ഷത്ര അമ്മേനൊക്കെ നമ്മൾ കടത്തൊക്കെ ചെയ്യാറുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഡിമാൻഡാണ്. അതുകൊണ്ട് തന്നെ അവരുടെ നിലനിൽപ്പിന് ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ പാറ്റേണുകളായാലും നിറങ്ങളായാലും ഭീഷണിയാണ്. മനുഷ്യൻ യാതൊരു നിയന്ത്രണവുമില്ലാതെ ഇവയെ പിടികൂടുന്നു. അതുകൊണ്ട് തന്നെ വംശനാശ ഭീഷണിയിലാണ്. അതാണ് ഞാൻ പറഞ്ഞ വൾണറബിൾ കാറ്റഗറി എന്ന്. അപ്പോൾ വംശനാശ ഭീഷണി അനുഭവപ്പെടുന്നുള്ള കുറച്ച് മൃഗങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്ന നക്ഷത്രാമ പോലുള്ളവരൊക്കെ. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഡിമാൻഡ് കൂടുന്നതോടുകൂടി അവരെ നമ്മൾ വേട്ടയാടുന്നതും കൂടും അല്ലേ. അതാണ് ആ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പുറന്തോടിലെ വർണ്ണവൈവിധ്യം, അതുപോലെ തന്നെ സംരക്ഷണത്തിനും ആകൃതിക്കും, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി പശു, നമ്മളിനി അടുത്ത് പറയുന്നുള്ളത്, ഇത്രയും നമ്മൾ പറഞ്ഞത് ബാഹ്യാസ്ഥികൂടമാണ്. ഇനി അതല്ലാണ്ട് ബാഹ്യാസ്ഥികൂടമല്ല ഈ പറഞ്ഞിരിക്കുന്ന അസ്ഥികൂടം അല്ലെ, ഓരോ മൃഗങ്ങളുടെ അസ്ഥികൂടമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പശു, ആട് തുടങ്ങിയ ജീവികളുടെ അസ്ഥികൂടങ്ങൾ ശരീരത്തിനുള്ളിലാണ് ഉള്ളത് അല്ലേ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ പ്രാണികളുടെയായാലും ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഒച്ച്, വണ്ട് പോലുള്ളവരെ പറഞ്ഞില്ലേ, അവർക്കൊക്കെ ബാഹ്യാസ്ഥികൂടമാണുള്ളത്. പക്ഷെ നമ്മുടെ പശു, ആട് തുടങ്ങിയ ജീവികളുടെ അസ്ഥികൂടങ്ങളാണെങ്കിൽ ശരീരത്തിനുള്ളിലാണുള്ളത്. അതിനെന്ത് പറയും? ആന്തരാസ്ഥികൂടങ്ങൾ എന്ന് പറയും. അപ്പോൾ പുറത്താണെങ്കിൽ ബാഹ്യാസ്ഥികൂടം, ഇതുപോലെ ഉള്ളിലാണെങ്കിൽ അതിനെ ആന്തരാസ്ഥികൂടങ്ങൾ എന്നുകൂടി പറയുന്നു. ഇനി ചില മൃഗങ്ങൾ, അതായത് ഇപ്പോൾ ആമക്കാണെങ്കിൽ ഉള്ളിലും അസ്ഥികൂടമുണ്ട്, പുറത്തുമുണ്ട്. ചീങ്കണ്ണി മുതലായ ജീവികൾക്ക് ആന്തരാസ്ഥികൂടവും ഉണ്ട്, അതുപോലെ തന്നെ ബാഹ്യാസ്ഥികൂടവും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മൃഗങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ആന്തരാസ്ഥികൂടം മാത്രമുള്ളവരുണ്ട്, ബാഹ്യാസ്ഥികൂടം മാത്രം ഉള്ളവരും ഉണ്ട്. ഈ അസ്ഥികളായാലും ഇപ്പോൾ നമ്മൾ ബാഹ്യാസ്ഥികൂടത്തിലായാലും ആന്തരാസ്ഥികൂടത്തിലായാലും ഏതിലായാലും അസ്ഥികൾ എന്തിനാണ്? ശരീരത്തിന് ഒരു ആകൃതിയും ഉറപ്പും നൽകുന്നു അല്ലെ. നമ്മുടെ ബോഡിക്കകത്ത് അസ്ഥികളില്ലെങ്കിൽ നമ്മുടെ ബോഡി ഇങ്ങനെ കറക്റ്റൊരു ആകൃതിയിൽ നിൽക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ ആ ഒരു ശരീരത്തിന് ഒരു ആകൃതിയും ഉറപ്പും നൽകണമെങ്കിൽ
അസ്ഥികൾ ആവശ്യമാണ്. അതുപോലെ തന്നെ അവ ചലനത്തിനും സഹായിക്കുന്നുണ്ട്. ചലനത്തിനും സഹായിക്കുന്ന കൂട്ടരാണ് ആര്? ഈ അസ്ഥികൾ എന്ന് പറയുന്നത്. ഇതാണ് മനുഷ്യൻ്റെ അസ്ഥികൂടം. അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള അസ്ഥികൾ മനസ്സിലാക്കിയില്ലേ? അപ്പോൾ മനുഷ്യൻ്റെ ആകൃതി ഇതാണ് അല്ലേ? അപ്പോൾ മനുഷ്യൻ്റെ ആകൃതി എന്ന് പറയുമ്പോൾ അതേ രൂപത്തിലും ആകൃതിയിലായിരിക്കും ഏത് വരുന്നുള്ളത്? അസ്ഥികൂടങ്ങൾ വരുന്നുള്ളത്. അതേ രൂപത്തിലും ആകൃതിയിലാണ് മനുഷ്യൻ്റെ അസ്ഥികൂടം വരുന്നുള്ളത്. മനുഷ്യ ശരീരത്തിൽ വിവിധ ഭാഗങ്ങളിലെ അസ്ഥികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് തലയോട്. നമ്മുടെ മൊത്തത്തിലുള്ള അസ്ഥികൂടത്തിൽ നിന്ന് ഓരോരോ ഭാഗങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് തലയോട്. തലയോട് എന്തിനാണ്? നമ്മൾ ബ്രെയിനിനെ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ് തലയോടുള്ളത്. പിന്നെ വാരിയൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ലങ്സിനെ അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിന്. പിന്നെ കയ്യിൽ എല്ലുകളുണ്ട് അല്ലെ? ആ കൈക്ക് ആ ഒരു ഷേപ്പ് കൊടുക്കുന്നത്, ആകൃതി കൊടുക്കുന്നുള്ളത്. പിന്നെ നട്ടൽ, നമ്മുടെ മനുഷ്യ ശരീരത്തിന് മൊത്തത്തിൽ ഒരു ആകൃതി കൊടുക്കുന്നുള്ളത്. ആ ഒരു ആകൃതി കറക്റ്റ് നിലനിർത്തുന്നുള്ള ആരുള്ളത് കൊണ്ടാണ്? ഈ നട്ടലുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ മനുഷ്യരിലെ പലതരം അസ്ഥികൾ. ഇനി ഈ തലയോട്, വാരിയൽ, നട്ടല്, മറ്റെല്ലുകൾ എന്നിവ ആകൃതിയിലും വലിപ്പത്തിലും വ്യത്യാസമുണ്ട് അല്ലേ? ഇപ്പോൾ നമ്മൾ തലയോട് എടുക്കുകയാണെങ്കിലും നട്ടലെടുക്കുകയാണെങ്കിലും ഒരുപാട് വ്യത്യാസം രണ്ടും തമ്മിൽ ഉണ്ട്. തലയോടിൻ്റെ പ്രധാന ധർമ്മം എന്ന് വെച്ചാൽ എന്താണ്? തലച്ചോറിനെ സംരക്ഷിക്കുക. പിന്നെ തലയോട്ടിയിൽ നമ്മുടെ മൊത്തം തലയോട്ടി എടുക്കുകയാണെങ്കിൽ അതിനകത്ത് കീഴ്ത്താടി എല്ലിന് മാത്രമാണ് എന്താണ്? മൂവ് ചെയ്യാൻ പറ്റുക അല്ലെ? അതിന് മാത്രമേ ചലനം സ്വതന്ത്രമായിട്ട് ഉള്ളൂ. ബാക്കിയുള്ളവർക്കൊന്നും നമ്മുടെ തലയോടിൽ ബാക്കിയുള്ള ഏതൊരു പാർട്ട് എടുക്കാനും അതിന് മൂവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ശരീരത്തിലെ ഏറ്റവും ബലമുള്ള എല്ലുകൾ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കീഴ്ത്താടി എല്ലാണ്. ശരീരത്തിലെ ഏറ്റവും ബലമുള്ള എല്ലുകൾ ഏതാണ്? കീഴ്ത്താടി എല്ലാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ശരീരത്തിന് ആ ഒരു ആകൃതി, അങ്ങനെ നമ്മുടെ മനുഷ്യ ശരീരം നേരെ നിലനിർത്തുന്നത് ആരാണ്? നട്ടെല്ലാണ്. നട്ടെല്ലിന് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കിടപ്പിലാവും അല്ലേ? അപ്പോൾ ശരീരത്തെ നേരെ നിർത്തുന്നുള്ളത് ആരാണ്? നട്ടെല്ലാണ്. അപ്പോൾ തലച്ചോറിനെ സംരക്ഷിക്കുന്നത് തലയോട്ടി. പിന്നെ തലയോട്ടിക്കകത്ത് നമ്മൾ പറഞ്ഞു കീഴ്ത്താടി എല്ല്. ആ കീഴ്ത്താടി എല്ലാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ബലമുള്ള എല്ലുകൾ. പിന്നെ ശരീരത്തിനെ നേരെ നിർത്തുന്നുള്ളത് നമ്മുടെ നട്ടെല്ല്. ഇതിവിടെ കണ്ടില്ലേ? നട്ടെല്ലിന് എന്തെങ്കിലും ക്ഷതങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ആജീവനാന്തം അല്ലേ? നമ്മളെ ആജീവനാന്തം തളർച്ചയ്ക്ക് കാരണമാവുന്നുള്ള ഒരു പ്രശ്നമാണ് നട്ടെല്ലിന് വന്നിട്ടുള്ള ക്ഷതങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ അപ്പോൾ തലയോട്ടി കഴിഞ്ഞു, നട്ടല് കഴിഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? വാരിയലിനെ സവിശേഷത എന്താണ്? അവർ ശ്വാസകോശത്തിനെയും അതുപോലെ തന്നെ ഹൃദയത്തെയും പൊതിഞ്ഞ് സംരക്ഷിക്കുന്നുണ്ട്. അതാരാണ്? ശ്വാസകോശങ്ങളെയും ഹൃദയത്തിനെയും സംരക്ഷിക്കുന്നുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞ വാരിയല്ലുകളാണ്. പിന്നെയാണ് തുടയലുണ്ട്. അപ്പോൾ ഏറ്റവും ബലമുള്ളത് കീഴ്ത്താടിയല്ലാണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയ അസ്ഥി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് തുടയലാണ്. അപ്പോൾ ഏറ്റവും ബലമുള്ളത് കീഴ്ത്താടിയല്ലാണ്. ഏറ്റവും വലിയത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് തുടയലാണ്. പിന്നെ അതിൻ്റെ ഏറ്റവും ചെറുത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെവിക്കുള്ളിൽ കാണപ്പെടുന്നുള്ള സ്റ്റേപ്പിസ് എന്ന് പറയുന്ന അസ്ഥിയാണ് ഏറ്റവും ചെറുത്. അപ്പോൾ ഏറ്റവും ചെറുത് ഏതാണെന്നും ഏറ്റവും വലുത് ഏതാണെന്നും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ബലമുള്ളത് ഏതാണെന്നും നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഓരോ സന്ദർഭത്തിലും നമ്മളിപ്പോൾ പറഞ്ഞു നട്ടെല്ലിന് നമ്മൾ പരമാവധി എന്താണ് ഒരു ക്ഷതവും വരാണ്ട് ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ നമ്മളത് ആജീവനാന്തം തളർന്നു പോകുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ശ്രദ്ധിക്കണം? ഇത് ഇവിടെ കുറേ എണ്ണം ടിക്ക് ഇട്ടിട്ടും കുറേ എണ്ണം റോങ് ഇട്ടിട്ടൊക്കെ കാണുന്നുണ്ട്. അതിനർത്ഥം എന്താണ്? നമ്മൾ ശരിയായ ശരീര നിലകളാണ്. സിറ്റിംഗ് പൊസിഷൻ അല്ലെങ്കിൽ സ്ലീപ്പിംഗ് പൊസിഷൻ എന്നൊക്കെ പറയും. അപ്പോൾ ഈ പൊസിഷനിലൊക്കെ നമ്മൾ ഒരുപാട് നേരം നിൽക്കുകയാണെങ്കിൽ നമ്മുടെ നട്ടെല്ലിനെ അത് ബാധിക്കും. പിന്നെ കറക്റ്റായിട്ട് ഇരിക്കേണ്ടതാണ് ഇത് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ടിക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ സന്ദർഭത്തിലും പരമാവധി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ നട്ടെല്ല് നിവർന്നിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ്? നട്ടെല്ല് എപ്പോഴും നിവർന്നിരിക്കാൻ, അതിൻ്റെ ആകൃതിയിൽ തന്നെ അതെപ്പോഴും നിവർന്നിരിക്കാൻ വേണ്ടി നമ്മളിത് ശ്രദ്ധിക്കണം. ഇനി നട്ടെല്ല് വളച്ചിരിക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ഇതിനകത്ത് കണ്ട ഫസ്റ്റിൽ വരുന്നുള്ള ഫസ്റ്റ് 3 പിക്ചേഴ്സ് ഉണ്ടല്ലോ, ഇതിലൊക്കെ എന്താണ്? നട്ടെല്ല് വളഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ നട്ടെല്ല് വളഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്കത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും. അതാണ് നമ്മൾ നടുവേദന എന്നൊക്കെ പറയുന്നുള്ള കാരണങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുന്നുള്ളത്. ഇനി മൊത്തത്തിൽ അപ്പം ഓരോരോ അസ്ഥികളെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. ഇനി മൊത്തത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്ത് എത്ര എല്ലുകളുണ്ട്? എത്രയുണ്ട്? 206 എല്ലുകളുണ്ട്. ജനിക്കുന്ന സമയത്ത് നമുക്ക് 300 എല്ലുകൾ ഉണ്ടാവും. ജനിക്കുന്ന ഒരു കുഞ്ഞു അവൻ്റെ ബോഡിക്കകത്ത് 300 എല്ലുകൾ ഉണ്ടാവും. പിന്നെ അത് പ്രായപൂർത്തിയാവുന്നതോടെ ഇതിൽ കുറേണം ഒന്നിച്ച് ചേരും. അങ്ങനെ ചേർന്ന് 206 മാറും. അപ്പോൾ ജനിക്കുന്ന സമയത്ത് 300 എല്ലുകളുണ്ട്. അത് പിന്നീട് എത്രയായിട്ട് മാറും? 206 മാറും. ഈ 206 എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ മാറലെന്ന് പറയുന്നത് 1 പിന്നെ ഒരു കയ്യിൽ 32 എല്ലുകൾ വരുന്നുണ്ട്. അങ്ങനെ 2 കൈകളിലും വരുമ്പോൾ എത്രയായി? 64. അപ്പോൾ ഓരോ കയ്യിലും 32 വരുന്നുണ്ട്. ഒരു മാറല് പിന്നെ നട്ടലിനകത്ത് 33 എല്ലുകൾ വരുന്നുണ്ട്. എത്രയാണ്? 33 നട്ടലിനകത്ത് വരുന്നുണ്ട്. അരക്കെട്ടിൽ 2,
ഓരോ കാലിലും 30, വാരിയെല്ല് 24, തലയോട് 22. അപ്പോൾ മനസ്സിലായല്ലോ, ഇതൊക്കെ കൂടിയിട്ടാണ് നമുക്ക് 206 മാറുന്നുള്ളത്. അപ്പോൾ ഓരോ കാലിലും 30ആണ്, ഓരോ കൈയിലും 32ആണ്. ഓരോ കാലിലും 30, ഓരോ കൈയിലും 32, പിന്നെ നട്ടെല്ല് മാത്രം എടുക്കുകയാണെങ്കിൽ 33, വാരിയെല്ല് 24, തലയോട്ടിയിൽ 22, മാറലിൽ 1, അരക്കെട്ട് 2. ഇത് മൊത്തം കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 206 കിട്ടും. പിന്നെ നമ്മുടെ മൂക്കിനകത്തൊക്കെ കാണപ്പെടുന്നുള്ള ഇതുണ്ടല്ലോ, നമ്മൾ പറയില്ലേ മൂക്കിൻ്റെ പാലം തെറ്റി എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ ആ മൂക്കിനകത്തൊക്കെ കാണുന്നുള്ളത്, നമ്മൾ ചെവിക്കകത്തൊക്കെ കാണുന്നുള്ളത് മൃദുവായിട്ടുള്ള അസ്ഥികളാണ്. അത്രയും കടുപ്പം, അതായത് അത്ര സ്ട്രോങ് ആയിട്ടുള്ളവരല്ല, മൃദുവായിട്ടുള്ള അസ്ഥികളാണ് നമ്മുടെ മൂക്കിലും ചെവിയിലൊക്കെ കാണുന്നുള്ളത്. അതിന് നമ്മൾ തരുണാസ്ഥികൾ എന്ന് പറയും. എന്താ പറയും? തരുണാസ്ഥി, കാർട്ടിലേജ് എന്നൊക്കെ പറയുന്നുണ്ട്. കുട്ടികളുടെ കേസിൽ ഈ തരുണാസ്ഥികളുടെ എണ്ണം കൂടുതലായിരിക്കും. അപ്പോൾ എവിടെയാണ് പറഞ്ഞത്? ചെവിയിലും അതുപോലെ തന്നെ നമ്മുടെ ചെവിക്കൂട പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ചെവിക്കൂടയിലുള്ളത് തരുണാസ്ഥിയാണ്. പിന്നെ മൂക്കിലൊക്കെ കാണപ്പെടുന്നുള്ളത് ഏതാണ്? നമ്മുടെ തരുണാസ്ഥിയാണ്. മൊത്തത്തിൽ 26 ഉണ്ട്. നട്ടെല്ലിൽ 33, തലയോട്ടിയിൽ 22, വാരിയെല്ലിൽ 24, അരക്കെട്ടിൽ 2, മാറലിൽ 1, പിന്നെ ഓരോ കൈയിലും 32, ഓരോ കാലിലും 30. അങ്ങനെയാണ് നമുക്ക് മൊത്തത്തിൽ 206 വരുന്നുള്ളത്. ഇനി നമുക്ക് ചലനത്തിനും സഞ്ചാരത്തിനും, നമ്മൾ പറഞ്ഞില്ല അസ്ഥിൻ്റെ പ്രധാന ധർമ്മങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ നട്ടെല്ല്, വാരിയെല്ല്, അവർക്കൊക്കെ പ്രത്യേകമായിട്ടുള്ള ധർമ്മങ്ങളുണ്ട്. അതല്ലാണ്ട് നമ്മുടെ കയ്യിലെയും കാലിലൊക്കെ ആണെങ്കിൽ അവർക്ക് എന്താണ് ധർമ്മം? നമ്മുടെ ചലനം സാധ്യമാക്കുകയാണ് അവരുടെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ചില കൈപ്പത്തികളൊക്കെ നമുക്ക് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം മുകളിലേക്കും താഴേക്കും ചലിപ്പിക്കാൻ കഴിയും. കൈമുട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് മുകളിലേക്ക് പറ്റും, താഴോട്ട് പറ്റില്ല. അപ്പോൾ ഓരോ ശരീരഭാഗത്തിനും, ഓരോ അസ്ഥിക്കും പലതരം ചലനങ്ങളാണ് ഉള്ളത്. പലതരം ചലനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും വേണ്ടി നമ്മളെ സഹായിക്കുന്നത് അസ്ഥികൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അസ്ഥിസന്ധികളാണ്. അപ്പോൾ അസ്ഥികൾ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ഈ അസ്ഥികൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു അസ്ഥിസന്ധികളുണ്ട്. അവരാണ് നമ്മളെ ചലനത്തിന് വേണ്ടി സഹായിക്കുന്നുള്ളത്. നമ്മുടെ ഈ തോളല് സന്ധിയൊക്കെ പറയുകയാണെങ്കിൽ അവർ നമുക്ക് എന്താണ് ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള ആൾക്കാരാണ് ഈ തോളല് സന്ധികളൊക്കെ പറയുന്നുള്ളത്. അവിടെ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ്, അതായത് ഗോളര സന്ധി എന്ന് പറയും. അതായത് നമുക്ക് ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും, മുകളിലേക്കും പറ്റുന്നുണ്ട്, താഴോട്ടും പറ്റുന്നുണ്ട് അല്ലേ, അങ്ങനെ ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും നമുക്കിതിനെ ചലിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾ ഗോളര സന്ധി എന്ന് പറയുന്നത്. എവിടെയാണ് കാണപ്പെടുന്നത്? ഒന്ന് നമ്മുടെ തോളല്, പിന്നെ ഒന്ന് നമ്മൾ ഇടുപ്പല്ല് സന്ധി. തോളല് സന്ധി, അതുപോലെ തന്നെ ഇടുപ്പല്ല് സന്ധി. ഇവിടെ ശരിക്കും വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അസ്ഥിയുടെ ഭാഗം മറ്റൊരു അസ്ഥിയുടെ ഉരുണ്ട ഭാഗം, അതായത് ഒരു അസ്ഥിയുടെ ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ പോയിട്ട് തിരിയുകയാണ് ഇവിടെ ചെയ്യുന്നുള്ളത്. അതുകൊണ്ടാണ് ബോൾ ആൻഡ് സോക്കറ്റ് എന്ന് പറയുന്നത്. ഗോളര സന്ധി, ഇടുപ്പല്ലും അതുപോലെ തന്നെ നമ്മുടെ തോളല് സന്ധി. ഇടുപ്പല്ലും തോളല് സന്ധിയാണ് ഏത് ഗോളര സന്ധിക്ക് ഉദാഹരണം. പിന്നെ നമ്മുടെ കൈമുട്ട്, കാൽമുട്ടുകളൊക്കെ വരുന്നുള്ളത് വിജാഗിരി സന്ധിയാണ്, അതായത് ഒരു ഭാഗത്തേക്ക് മാത്രം. ഇപ്പം നമ്മുടെ കൈമുട്ട് ഞാൻ പറഞ്ഞില്ലേ, മേലോട്ട് പറ്റും, താഴോട്ട് നമുക്ക് പറ്റില്ല. അതുപോലെ തന്നെയാണ് കാൽമുട്ടും. അപ്പോൾ അതെന്താണ്? വിജാഗിരി സന്ധിയാണ്, ഒരു ഭാഗത്തേക്ക് മാത്രമേ നമുക്കത് പറ്റുള്ളൂ. പിന്നെയുള്ളതാണ് കീലസന്ധി എന്ന് പറയുന്നത്. കീലസന്ധി എന്ന് പറയുന്നത് അതായത് ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്നു. നമ്മുടെ ഇപ്പോൾ കഴുത്തിനകത്ത് തലയോടും അതുപോലെ തന്നെ നട്ടലിൻ്റെ മുകൾ ഭാഗവും ചേരുന്ന സ്ഥലമാണ് നമ്മുടെ കഴുത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അസ്ഥി മറ്റൊന്നിൽ നിന്നിട്ട് ഇരുദിശകളിലേക്കും തിരിയുന്നു. അല്ല, നമ്മുടെ കഴുത്ത് ഉള്ളതുകൊണ്ട് നമുക്ക് തല രണ്ട് ഭാഗത്തേക്കും തിരിക്കാൻ പറ്റുന്നുണ്ട്. അതിനാണ് നമ്മൾ കീലസന്ധി എന്ന് പറയാം. അപ്പോൾ കീലസന്ധി, ഗോളരസന്ധി, അതുപോലെ തന്നെ വിജാഗിരി സന്ധി, അതിൻ്റെ ഉദാഹരണങ്ങൾ കൂടിയൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കാം. ഇനി നെക്സ്റ്റ് ആണ് അസ്ഥിഭംഗം. അപ്പോൾ നമ്മൾ ബാഹ്യാസ്ഥികൂടം, ആന്തരാസ്ഥികൂടം, അതുപോലെ തന്നെ തരുണാസ്ഥികൾ, മനുഷ്യ ശരീരത്തിൽ എത്ര അസ്ഥികളുണ്ട്, നട്ടെല്ലിൻ്റെ പ്രത്യേകത, വാരിയെല്ല്, ഓരോ അസ്ഥികളെയും കുറിച്ചാണ് പറഞ്ഞുകൊണ്ടുവന്നത്. ഇനി അടുത്താണ് അസ്ഥിഭംഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അതായത് നമ്മൾ എന്ത് പറയുകയാണെങ്കിൽ ശക്തമായ ആഘാതം, നമ്മുടെ അസ്ഥിയിൽ ശക്തമായ ആഘാതം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ നമ്മുടെ അസ്ഥികൾ പൊട്ടുന്നതിനോ അല്ലെങ്കിൽ അസ്ഥികളിൽ ചില വിള്ളൽ ഉണ്ടാവുന്നതിനോ കാരണമാകുന്നു. അപ്പോൾ ഈ അസ്ഥി അങ്ങനെ ശക്തമായ ആഘാതം മൂലം പൊട്ടുകയോ അങ്ങനെ മറ്റു ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് അസ്ഥിഭംഗം എന്ന് നമ്മൾ പറയാം. എന്താണ്? അസ്ഥിഭംഗം എന്ന് പറയാം. ചില സമയത്ത് അസ്ഥികൾ പൊട്ടില്ല, പകരം എന്ത് സംഭവിക്കും? സ്ഥാനമാറ്റം ഉണ്ടാവാറുണ്ട്. അതിനെ നമ്മൾ സ്ഥാനഭ്രംശം എന്ന് പറയും. അപ്പോൾ അസ്ഥിഭംഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലുകളിൽ പൊട്ടലുണ്ടാവുകയാണ് അല്ലെങ്കിൽ വിള്ളൽ ഉണ്ടാവുകയാണെങ്കിൽ നമ്മളതിനെ അസ്ഥിഭംഗം എന്ന് പറയും. ഇനി ഇതിൻ്റെ സ്ഥാനം മാറുകയാണെങ്കിൽ അതിനെ നമ്മൾ സ്ഥാനഭ്രംശം എന്ന് പറയും. അപ്പോൾ അസ്ഥിഭംഗം ഉണ്ടോ എന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക?
പരിക്കേറ്റ സ്ഥലത്ത് നല്ല വേദന ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് അനക്കാൻ പോലും പറ്റില്ല. പിന്നെ നീര് വന്നിട്ടുണ്ടാവും. പിന്നെ ചെറിയൊരു വളവുണ്ടാവും. പിന്നെ സമാനമായ എല്ലുമായി വ്യത്യാസമുണ്ടാവും. ഇപ്പോൾ നമ്മൾ 2 കാലുണ്ട്, അപ്പോൾ ഒരു കാലിൻ്റെയും മറ്റേ കാലിൻ്റെയും നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോയെന്ന്. അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ അസ്ഥിഭംഗത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് നമ്മൾ പറയുന്നുള്ളത്. ഇനി ഇങ്ങനൊരു അസ്ഥിഭംഗം ഉണ്ടായാൽ നമ്മൾ സ്വയം ചികിത്സ നടത്താണ്ട് ആശുപത്രിയിൽ എത്തിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുന്നേ ആയിട്ട്, അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് നമ്മൾ സഞ്ചരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒടിഞ്ഞ ഭാഗങ്ങൾ ഒരിക്കലും ഇളകാതെ ശ്രദ്ധിക്കാൻ ശ്രമിക്കണം. ഇളകാതെ ശ്രദ്ധിക്കണം. പിന്നെ ഇതിന് സ്പ്ലിൻ്റ് ഉപയോഗിച്ച് കെട്ടുന്നതും സഹായകമാവും. അതായത് ആ ഭാഗം ഒരിക്കലും ഇളകിപ്പോവാണ്ട് അതങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് വേണം നമ്മൾ ആശുപത്രിയിലോട്ട് എത്താൻ. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞാൽ സ്പ്ലിൻ്റ് വെച്ച് കെട്ടണം എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ സ്പ്ലിൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? സ്പ്ലിൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പലകയാണ്. മരം ഉപയോഗിച്ചുകൊണ്ടോ പ്ലാസ്റ്റിക് ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ലോഹം, ഇതിലേതെങ്കിലും ഒന്നുകൊണ്ട് നമ്മൾ നിർമ്മിക്കുന്നുള്ള താങ്ങ് പലകേനെയാണ് നമ്മൾ സ്പ്ലിൻ്റ് എന്ന് പറയുന്നത്. ഇനി അസ്ഥികൾക്ക് നല്ല കാഠിന്യം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ആ കാഠിന്യത്തിൻ്റെ കാരണം എന്തായിരിക്കും? കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ്. നമ്മൾ പറയാറില്ലേ കാൽഷ്യം കുറവാണ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? എല്ല് തേയ്മാനമുണ്ട്, കാൽഷ്യം കുറവാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ എല്ലുകൾക്ക് കാഠിന്യം കൊടുക്കുന്നുള്ളത് കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ അസ്ഥികളുടെ വളർച്ചയ്ക്ക് നമുക്ക് എന്താവശ്യമുണ്ട്? കാൽഷ്യം ആവശ്യമുണ്ട്, അതുപോലെ തന്നെ ഫോസ്ഫറസും ആവശ്യമുണ്ട്. കാൽഷ്യം ഫോസ്ഫേറ്റിനകത്ത് എന്തൊക്കെയുണ്ട്? കാൽഷ്യവും ഉണ്ട്, ഫോസ്ഫറസും ഉണ്ട്. അപ്പോൾ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും നമ്മൾ ഈ കാൽഷ്യവും ഫോസ്ഫറസും അടങ്ങിയിട്ടുള്ള ഒരുപാട് ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ കഴിച്ചാലാണ് നമ്മുടെ അസ്ഥികൾ കൂടുതൽ ബലമായിട്ട് വരിക. പിന്നെ ചെറിയ കുട്ടികളിലെ അസ്ഥികൾക്ക് ബലം കുറയാൻ കാരണം ഈ പറഞ്ഞിരിക്കുന്ന കാൽഷ്യം ഫോസ്ഫേറ്റിൻ്റെ കുറവ് മൂലം കൊണ്ട് തന്നെയാണ്. പിന്നെ പ്രായമായവരിലും ഇതുപോലെ തന്നെ നമ്മൾ അസ്ഥികൾക്ക് ബലം കുറവായിട്ട് കാണാറുണ്ട്. അതും എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാൽസ്യം നമ്മുടെ അസ്ഥികളിൽ നിന്നും ആഗിരണം ചെയ്തു തുടങ്ങും. അങ്ങനെ ആഗിരണം ചെയ്യുമ്പോൾ അതിന് കണക്കായിട്ട് നമ്മൾ വീണ്ടും കാൽസ്യം അത്ര തന്നെ നമ്മുടെ ബോഡിക്കകത്തേക്ക് കയറ്റിക്കൊണ്ടിരിക്കണം. അപ്പോൾ അത് നടക്കാതിരിക്കുമ്പോഴാണ് ബലക്ഷയം ഉണ്ടാവുന്നുള്ളത്. പിന്നെ നമ്മൾ കാൽസ്യമൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണം പറയുകയാണെങ്കിൽ കുമ്പളങ്ങ, പടവലങ്ങ തുടങ്ങിയ പച്ചക്കറികൾ, അതുപോലെ തന്നെ പേരക്ക, ചാമ്പയ്ക്ക തുടങ്ങിയ പഴങ്ങൾ, മുട്ട, പാല്, ചെറുമത്സ്യങ്ങൾ, ഇതിലൊക്കെ എന്തടങ്ങിയിട്ടുണ്ട്? കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ പാഠത്തിനകത്ത് പറയാനുള്ളത്. അപ്പോൾ രൂപത്തിനും ബലത്തിനും വേണ്ടി നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ അസ്ഥികളാണ്. അസ്ഥികളുടെ അസ്ഥിഭംഗം സ്ഥാനം മാറിയിട്ടുണ്ടെങ്കിൽ അതിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിൻ്റെ ലക്ഷണങ്ങൾ, ഓരോ അസ്ഥികളെക്കുറിച്ചും പിന്നെ അതുപോലെ തന്നെ അസ്ഥികളെ കൂട്ടിയോജിപ്പിക്കുന്ന സന്ധികളെക്കുറിച്ചും നമ്മൾ പഠിച്ചു. അപ്പോൾ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. സോ താങ്ക് യു.